ലാറ്റിൻ അമേരിക്കയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒടുവിലത്തെ തെളിവാണ് ചിലിയിൽ നിന്ന് പുറത്തുവരുന്നത്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി തീവ്ര വലതുപക്ഷ സ്ഥാനാർത്ഥി ജോസ് അന്റോണിയോ കാസ്റ്റ ചിലിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ലാറ്റിൻ അമേരിക്കയുടെ വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്കുള്ള സമ്പൂർണ്ണ മാറ്റത്തിന്റെ ഭാഗമാണ് കാസ്റ്റന്റെ വിജയമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അടുത്തിടെ ഇക്വഡോറിലും ബൊളീവിയയിലും യാഥാസ്ഥിതിക നേതാക്കൾ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ചിലി സ്വേച്ഛാധിപതിയായിരുന്ന അഗസ്റ്റോ പിനോഷോയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഒരാൾ വേണമോ, കമ്മ്യൂണിസ്റ്റ് നേതാവ് വേണമോ എന്നതായിരുന്നു ഇത്തവണ ചിലിയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉയർന്ന പ്രധാന ചോദ്യം. ചിലിയൻ ജനത എന്തുകൊണ്ടോ പിനോഷയുടെ ആരാധകനായ തീവ്ര വലതുപക്ഷക്കാരനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം കഴിയുമ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജെറഡ് ജാരയേക്കാൾ 14% വോട്ടുകൾ നേടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ജോസ് അന്റോണിയോ കാസ്റ്റ വിജയിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് കൂടിയാണ് കാസ്റ്റ എന്ന പ്രത്യേകതയുമുണ്ട്. മൂന്നാം ഊഴത്തിലാണ് കാസ്റ്റിന്റെ ജയം. നേരത്തെ 2017ലും 2021ലും മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. കാസ്റ്റിന്റെ പിതാവ് ബവേറിയയിൽ നാസി പാർട്ടി അംഗമായിരുന്നു. രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമാണ് അവർ ചിലിയിലേക്ക് കുടിയേറിയത്. കൂടാതെ കാസ്റ്റിന്റെ മൂത്ത സഹോദരൻ മിഗുവേൽ 80കളിലെ പിനോഷെ ഭരണകൂടത്തിൽ അംഗവുമായിരുന്നു. ചിലിയിലെ ആയിരങ്ങളുടെ കൊലപാതകത്തിന് കാരണക്കാരനായ പിനോഷെ എന്ന ഏകാധിപതിയുടെ ആരാധകനാണ് നിയുക്ത പ്രസിഡന്റ് കാസ്റ്റും. ഒപ്പം അങ്ങേയറ്റം യാഥാസ്ഥിതിക നിലപാടുകളെ പിന്തുണയ്ക്കുന്ന വ്യക്തിയും. ഉറച്ച കത്തോലിക്ക വിശ്വാസിയായ കാസ്റ്റ് ഗർഭചിത്രത്തെയും സ്വവർഗ വിവാഹത്തെയും എതിർക്കുന്നയാളാണ്. രാജ്യത്ത് നിലവിലുള്ള പരിമിതമായ ഗർഭചിത്ര അവകാശങ്ങൾ റദ്ദാക്കുമെന്നും അദ്ദേഹം മുൻപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻപ് വലതുപക്ഷ നേതാക്കൾ അധികാരത്തിലേറിയിട്ടുണ്ടെങ്കിലും പിനോഷയെ പിന്തുണയ്ക്കുന്ന ഒരാൾ ചിലിയിൽ അധികാരത്തിലേറുന്നത് ഇത് ആദ്യമാണ്. പിനോഷയുടെ ഭരണകാലത്ത് നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ടവരെ വെറുതെ വിടാനാണ് നിലവിൽ കാസ്റ്റിന്റെ നീക്കം. അതിനു പുറമെ എൽ സാവഡോർ മാതൃകയിൽ കുറ്റകൃത്യം കുറയ്ക്കാൻ സമ്പൂർണ്ണ അടിച്ചമർത്തൽ നയങ്ങൾ നടപ്പിലാക്കാനും കാസ്റ്റ് പദ്ധതിയിടുന്നുണ്ട്. പൗരന്മാരുടെ ജനാധിപത്യ അവകാശങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി ഉരുക്കുമുഷ്ടി കൊണ്ട് ക്രമസമാധാന പാലനം നടപ്പിലാക്കുന്നതാണ് എൽ സാവഡോറിലെ രീതി. അതാണ് ചിലിയും മാതൃകയാക്കേണ്ടത് എന്നാണ് കാസ്റ്റിന്റെയും നിലപാട്. കൂടുതൽ ക്രൈം റേറ്റുള്ള മേഖലകളിലേക്ക് സൈന്യത്തെ അയക്കാനും കൂടുതൽ ജയിലുകൾ പണിയാനുമൊക്കെയാണ് കാസ്റ്റിന്റെ തീരുമാനം. ഒപ്പം കുടിയേറ്റ വിഭാഗങ്ങൾക്കിടയിൽ പരിശോധന ശക്തമാക്കാനും രേഖകളില്ലാത്തവരെ കൂട്ടത്തോടെ പുറത്താക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകദേശം 4 ലക്ഷം അഭയാർത്ഥികൾ ഇത്തരത്തിൽ ചിലിയിലുണ്ട് എന്നാണ് കണക്കുകൾ. അവർക്ക് എന്താകും സംഭവിക്കുക എന്ന ആശങ്കയും മനുഷ്യാവകാശ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നു. നവലിബറലിസത്തിന്റെ കളിത്തൊട്ടിലായ ചിലിയിൽ അതിന്റെ മരണവും സംഭവിക്കുമെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു ഗബ്രിയേൽ ബോറിക് സർക്കാർ 2021 അധികാരത്തിലേറിയത്. പക്ഷേ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ട സംഭാവനകൾ നൽകാൻ സാധിക്കാതെ വന്നതൊക്കെ കാസ്റ്റിന്റെ വിജയത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. ലാറ്റിൻ അമേരിക്ക ആകെ യാഥാസ്ഥിതികത്വത്തിലേക്കും തീവ്ര വലതുപക്ഷത്തേക്കും നീങ്ങുന്നൊരു ട്രെൻഡും കൂടിയുണ്ട്. അതിന്റെ ഒടുവിലത്തെ തെളിവാണ് ചിലി. പലരും ഈ സ്ഥാനാർത്ഥികളിൽ അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു സമൂലമായ മാറ്റം കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കുന്നത്. കൂടാതെ അധികാരത്തിലുള്ളവരെ വീണ്ടും തെരഞ്ഞെടുക്കാൻ തയ്യാറാകാത്തതും വലതുപക്ഷത്തിന്റെ വിജയത്തിന് കാരണമായിട്ടുണ്ടാകാം എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.